ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സീരീസിലെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഭരണഘടന നിർമ്മാണ സഭയെക്കുറിച്ചാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡെലിബറേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ്, അല്ലെങ്കിൽ കൃത്യമായ പ്രക്രിയകൾക്കനുസരിച്ച് നടന്ന ചർച്ചകൾക്ക് അവസാനം ഉരുതിരിഞ്ഞു വന്ന ഒരു ഡോക്യുമെന്റ് അല്ലവ രേഖയാണ് ഇന്ത്യൻ ഭരണഘടന. എന്നിരുന്നാൽ പോലും 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് മുതൽ തുടങ്ങിയ ഒട്ടേറെ നിയമനിർമ്മാണ പ്രക്രിയകൾക്കും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ പല ഘട്ടങ്ങൾക്കും ഒട്ടേറെ പങ്കുവഹിക്കാനുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതായത് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ സ്വാധീനം നല്ല രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്നാണ് സത്യം. അപ്പൊ ആ അർത്ഥത്തിൽ വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ചരിത്രം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പറയുവാനുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്രം പറയുവാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ വലിയൊരു ചരിത്രം തന്നെ പറയാനുണ്ട്. ഈ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ കൗൺസിൽ ആക്ട്, അതിനുശേഷം വരുന്ന പിറ്റ്സ് ആക്ട് തുടങ്ങി ആ സമയത്ത് തന്നെ ഒട്ടേറെ ലെജിസ്ലേഷനുകൾ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് റെപ്രസെന്റേഷൻ നൽകാൻ ഉദ്ദേശിച്ചുകൊണ്ട് തുടക്കത്തിൽ വലിയ തോതിൽ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെങ്കിലും പിന്നീട് സ്വാതന്ത്ര്യ സമരം അതിലേക്ക് നിർബന്ധിതമാക്കുകയാണ് നൽകുവാൻ വേണ്ടി. അതോടൊപ്പം തന്നെ മറ്റ് ആഭ്യന്തരമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബ്രിട്ടനെ അതിന് നിർബന്ധിക്കുന്നുണ്ട്. അപ്പം അതിനുശേഷം ഏകദേശം ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ഓർക്കുന്ന 3-4 നിയമങ്ങളാണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ മുൻകാല ഇതിലേക്ക് കൊണ്ടുവരുന്ന നിയമങ്ങളാണ്. ഒന്ന് 1909 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909 അഥവാ മിന്റോ മോർലി റിഫോംസ്. അതിനുശേഷം വരുന്ന 1919 മൊണ്ടേഗ് ചെംഫോർഡ് റിഫോംസ് അഥവാ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990. അതുപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന കാര്യങ്ങൾ ഇതായിരുന്നു. അപ്പം ഇത്തരം ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏകദേശം ഇതിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഫ്രെയിംവർക്കിന്റെ ഒരു വലിയൊരു സ്വാധീനം, അല്ലെങ്കിൽ വലിയൊരു അടിസ്ഥാനം വരുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു. ഇതിന്മേൽ വലിയൊരു സ്വാധീനം, സോഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എപ്പോഴും പറയുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് 1935. അതിന്റെ സ്ട്രക്ചർ വരുന്നത്, പ്രിൻസിപ്പിൾ ഒക്കെ പിന്നീട് വരുന്നതാണെങ്കിൽ അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒരു രൂപം വരാൻ പറയാൻ പറ്റുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അപ്പം ഇതിന്റെയൊക്കെ വളരെയധികം നീണ്ട ഒരു ചരിത്രവും പശ്ചാത്തലവും പറയണമെങ്കിൽ നമുക്ക് 3-4 വീഡിയോയുടെ സമയം ആവശ്യമുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മളൊരു ഭരണഘടനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചരിത്രമോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പോലും വലിയ തോതിൽ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വേറെ വീഡിയോകളിൽ നമ്മൾ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു ചുരുക്കം, അല്ലെങ്കിൽ ആ സമയത്തെ കുറച്ച് സംഭവ വികാസങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഡെലിബറേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ഇവോൾവ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല. നേരത്തെ പറഞ്ഞ നിയമങ്ങളുടെ പരിണാമം ഇതിലേക്ക് എത്തിച്ചേക്കാമെങ്കിലും ടെക്നിക്കലി, സാങ്കേതികമായി ഇതൊരു ഡെലിബറേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ആശയ സംവാദങ്ങൾക്കൊടുവിൽ ജനാധിപത്യപരമായിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയാണ്, അതല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു സംവിധാനമാണ്, അത്തരത്തിലുള്ള ഒരു നിയമനിർമ്മാണ സംവിധാനത്തിന് തത്തുല്യമായിട്ടൊരു സംവിധാനമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണത്തിലെ പങ്കുവഹിക്കുന്നത്. ആ സഭയാണ് ചർച്ചകൾക്ക് ശേഷം നമുക്കൊരു ഭരണഘടന നൽകുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അംഗങ്ങൾ പരിമിതമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറിയതാണ്. ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത്.
ഈ ഭരണഘടന എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന വേണം എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് പങ്കുവെക്കുന്നത് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടുണ്ടായിരുന്ന MN റോയിയാണ്. അപ്പം നേരത്തെ പറഞ്ഞു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ കൂടി ചേർന്നിട്ടുണ്ടാക്കിയ ഒരു അസംബ്ലി ആയിരുന്നു, ഒരു സംവിധാനമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് പരിപൂർണമല്ല. ഒരു പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ആളുകളല്ല അവര്. അന്ന് നിലവിലുണ്ടായിരുന്ന ജനാധിപത്യ സംവിധാനങ്ങളായിട്ടുണ്ടായിരുന്ന പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ നിന്നും പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ പ്രതിനിധികളായിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ആളുകളിൽ നിന്നും ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസിൽ നിന്നുമായിരുന്നു ഇവര് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പരിപൂർണമായിട്ടുള്ളൊരു പ്രാതിനിധ്യം ഉള്ള സഭയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഏറെക്കുറെ ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെ ഒരു പ്രാതിനിധ്യം ഒരു വിധത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. അപ്പം 292 അംഗങ്ങളാണ് പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ നിന്നുണ്ടായിരുന്നത്. പ്രിൻസിലി സ്റ്റേറ്റ്സ് തിരുവിതാംകൂർ പോലെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും 93, പിന്നെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അവിടെ നിന്നും 4 പേര്, അങ്ങനെ മൊത്തം 389 പേരാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യ സമയത്ത് ഉണ്ടായിരുന്നു. 1946 ഡിസംബർ 9 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിലയിൽ വരുന്നത്. അന്ന് നിലയിൽ വരുന്ന സമയത്ത് 389 പേരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 1947 ഓഗസ്റ്റ് 15 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അവിഭക്ത അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്നത് 2 ഡൊമൈനുകളായിട്ട്, ഡൊമൈൻ ഓഫ് ഇന്ത്യയും ഡൊമീനിയൻ ഓഫ് ഇന്ത്യയും ഡൊമീനിയൻ ഓഫ് പാകിസ്ഥാനും എന്ന രീതിയിൽ വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്നും പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആളുകൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ എണ്ണത്തിൽ മാറ്റം വരികയാണ്. അപ്പൊ 389 എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ എക്കാലത്തുമുള്ള അംഗസംഖ്യയല്ല. അപ്പൊ അങ്ങനെ ആദ്യത്തെ സിറ്റിംഗ് നടക്കുന്നത് 1946 ഡിസംബർ 9 1935 MN റോയ് നേരത്തെ ഭരണഘടന എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ 1935 കോൺഗ്രസ് അത് ഔദ്യോഗികമായിട്ട് തങ്ങളുടെ ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. 1939 നവംബർ 15 C രാജഗോപാലാചാരി അത് ബ്രിട്ടീഷ് സർക്കാരിന് മുമ്പിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെന്നാണ് അന്ന് C രാജഗോപാലാചാരി ആവശ്യപ്പെട്ടത്. അതിന്റെ ഭാഗമായിട്ട് 1940 ബ്രിട്ടീഷ് സർക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുകയാണ്, അംഗീകരിക്കുകയാണ്. ആ അംഗീകരിച്ച് നൽകിയ ഒരു ഉത്തരവിനെയാണ് നമ്മൾ ഓഗസ്റ്റ് ഓഫർ എന്ന് വിളിക്കുന്നത്. ഓഗസ്റ്റ് ഓഫർ എന്നതിനെ വിളിക്കാൻ കാരണം 1940 ഓഗസ്റ്റ് 8 ഇങ്ങനൊരു വാഗ്ദാനം ബ്രിട്ടീഷ് സർക്കാർ അല്ലെങ്കിൽ മറുപടി നൽകുന്നത്. അത് അന്നത്തെ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്ന ലോർഡ് ലിങ്തോയാണ് ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഓഫർ എന്ന് വിളിക്കാൻ കാരണം അന്നത്തെ രാഷ്ട്രീയവും അതായത് അന്തർദേശീയ തലത്തിൽ നടന്നുകൊണ്ടിരുന്ന ചില സംഭവ വികാസങ്ങളുടെ ഭാഗമായിട്ട് ബ്രിട്ടന്റെ നിലയെ ഭദ്രമാക്കാൻ വേണ്ടിയുള്ള ചില നടപടികളുടെ ഭാഗമായിട്ട് ചില കോംപ്രമൈസുകൾക്ക് അന്ന് ബ്രിട്ടൻ തയ്യാറാവുകയാണ്. അതെങ്ങനെയാണ്? അന്ന് ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസില് കൂടുതൽ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്താൻ വേണ്ടി കുറച്ചും കൂടെ വികസിപ്പിക്കും. പിന്നെ അഡ്വൈസറി വാർ കൗൺസിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അർഹമായിട്ട് പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ പരിഗണിക്കുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും. ഒപ്പം ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരു ഭരണഘടന നിർമ്മിക്കാനുള്ള അനുമതി നൽകും എന്നാണ് ആര് പറയുന്നത്? ബ്രിട്ടീഷ് സർക്കാർ ഓഗസ്റ്റ് ഓഫറിൽ പറയുന്നത്.
ഈ ഓഗസ്റ്റ് ഓഫറിന് പകരമായിട്ട് ബ്രിട്ടൻ ആവശ്യപ്പെട്ട കാര്യം, രണ്ടാം ലോക മഹായുദ്ധ കാലത്തെ ബ്രിട്ടന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായകമായ രീതിയിൽ ഇന്ത്യ പ്രവർത്തിക്കുമെന്നുള്ളൊരു ഉറപ്പായിരുന്നു ബ്രിട്ടന് പകരം വേണ്ടിയിരുന്നത്. അങ്ങനെ അതിന്റെ കുറെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിന്റെ ഇടയ്ക്ക് നടക്കുകയും അങ്ങനെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ പ്രകാരം 1946 ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകൾ നേരത്തെ പറഞ്ഞ പ്രൊവിൻഷ്യൽ കൗൺസിലുകൾ വഴി, അതുപോലെ തന്നെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ലെജിസ്ലേറ്റീവ് സംവിധാനം, നിയമനിർമ്മാണ സംവിധാനം വഴി, അതുപോലെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകൾ വഴി മുന്നോട്ട് വരികയാണ്. അങ്ങനെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അങ്ങനെ നേരത്തെ പറഞ്ഞ രീതിയിൽ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടായിട്ട് പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്കും പ്രിൻസ്ലി സ്റ്റേറ്റുകളിലേക്കും അതുപോലെ ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസുകളിലേക്ക് ഇലക്ഷൻ നടക്കുകയാണ്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ 1946 ഡിസംബർ 6 ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരികയാണ്. ഡിസംബർ 9, 1946 ആദ്യത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗ് നടക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളിലാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളാണ് ഇന്ന് നിലവിലുള്ള ഇന്ത്യയുടെ പാർലമെന്റ് സമുച്ചയത്തിലെ സെൻട്രൽ ഹാൾ എന്ന് പറയപ്പെടുന്നത്. അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനങ്ങൾ നടന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണം നടത്തിയിരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഹാളാണത്. അപ്പം JB കൃപലാനിയാണ് ആദ്യമായിട്ട് ഭരണഘടന നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച വ്യക്തി എന്ന് പറയുന്നത് JB കൃപലാനിയാണ്. അന്ന് പ്രോട്ടേം പ്രസിഡന്റ് ആയിട്ട്, അഡ്ഹോക് പ്രസിഡന്റ് ആയിട്ട്, താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് സച്ചിദാനന്ദ സിൻഹയെ തീരുമാനിക്കുകയും മുസ്ലിം ലീഗ് തങ്ങളുടെ ആവശ്യങ്ങൾ, അതായത് സെപ്പറേറ്റ് നേഷൻ വേണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല എന്ന പേരിൽ പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഈ യോഗം ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. 1946 ഡിസംബർ 11 ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായിട്ട് രാജേന്ദ്ര പ്രസാദിനെ അതിന്റെ അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയാണ്. BN റാവുവിനെ ലീഗൽ അഡ്വൈസറായിട്ട് നിയമിക്കുകയാണ്. നിയമങ്ങളുടെ ഉപദേശം നൽകാൻ വേണ്ടി അന്നത്തെ ലോകപ്രശസ്തനായിട്ടുണ്ടായിരുന്ന നിയമവിദഗ്ധനായിരുന്നു ഡോക്ടർ BN റാവു. അതോടൊപ്പം ഡിസംബർ 13, 1946 നെഹ്റു, അന്നത്തെ ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയും കൂടിയായിരുന്ന നെഹ്റു, അടിസ്ഥാന തത്വങ്ങളെ നിർണയിക്കുന്ന ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ പേരിൽ അടിസ്ഥാന തത്വങ്ങളെ നിൽക്കുന്ന ചില തത്വങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതിനെ ഐക്യകണ്ഠേന ഈ തത്വങ്ങളെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. അതാണ് ഇന്ത്യയുടെ ഭരണഘടന ആമുഖമായിട്ട് മാറിയത്. ദ പ്രിയാമ്പിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ടേക്കൺ ഫ്രം ദ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖം അഥവാ പ്രിയാമ്പിൾ ആയിട്ട് മാറുന്നത്. അത് അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 1947 ജനുവരി 22 ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ പ്രിയാമ്പിൾ ആയിട്ട് അംഗീകരിക്കുകയും ചെയ്തു. 1947 ജൂലൈ 22 നാഷണൽ ഫ്ലാഗ് ഔദ്യോഗികമായിട്ട്, ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുകയുണ്ടായി. 1947 നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരികയും അതിന്റെ ഭാഗമായിട്ട് ഡൊമീനിയൻ ഓഫ് ഇന്ത്യ എന്നും ഡൊമീനിയൻ ഓഫ് പാകിസ്ഥാൻ എന്ന പേരിൽ 2 പുതിയ രാഷ്ട്രങ്ങൾ നിലവിൽ വരികയാണ്. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് 389 ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ 299 കുറയുകയാണ്. ഓഗസ്റ്റ് 29, 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലയിൽ വരികയാണ്. ഡോക്ടർ BR അംബേദ്കർ അതിന്റെ ചെയർമാൻ ആയിട്ടാണ് കമ്മിറ്റി നിലയിൽ വരുന്നത്. നവംബർ 26, 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. 1950 ജനുവരി 24
അവസാനത്തെ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിംഗിൽ വെച്ച് അംഗങ്ങളെല്ലാവരും അതിൽ ഒപ്പുവെക്കുന്നു. അങ്ങനെ 395 ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദങ്ങൾ അതിനെ 22 ഭാഗങ്ങളായിട്ട് തിരിച്ചു, 8 പട്ടികകൾ കൂടി ചേർത്തു. ഇങ്ങനെ 1900 അതിൽ ഒപ്പുവെച്ചു. ജനുവരി 26, 1950 ഇന്ത്യയുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നിലയിൽ വരികയാണ്. 2 വർഷവും 11 മാസവും എടുത്തിട്ടാണ് ഭരണഘടനാ നിർമ്മാണം എന്ന് പറയുന്ന അത്യധികം ബുദ്ധിമുട്ടേറിയതും പ്രാധാന്യമേറിയുമായിട്ടുള്ള ഈ പ്രവർത്തനം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇവർ യുനാനിമസ് ആയിട്ടൊന്നുമല്ല, അല്ലെ ലൈക്യകണ്ഠേനയൊന്നുമല്ല എല്ലാ കാര്യങ്ങളും വന്നത്. മിക്ക വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള ചർച്ചകൾക്കും തർക്കങ്ങൾക്കും ശേഷം തന്നെയാണ് അതിന്റെ അഭിപ്രായ സമന്വയീകരിച്ച് തന്നെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്ന പേരിൽ അതിന്റെ രേഖകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓരോ അനുച്ഛേദത്തെയും എടുത്തുകൊണ്ട് അതിന്റെ വരുംവരായികളെ കുറിച്ച് ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാക്കുന്നത്. കമ്മിറ്റികൾ ഇതിന് ഓരോ പ്രത്യേകമായിട്ട് പ്രധാനമേറിയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് കമ്മിറ്റി സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുകയും അതിൽ റിപ്പോർട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിക്ക് മുൻപാകെ, ഇന്ന് നിലവിൽ നമ്മൾ കാണുന്ന പാർലമെന്റിന്റെ ഒരു മുൻകാല രൂപം കൂടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ. പാർലമെന്റിന് ഒരു നിയമം നിർമ്മിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സമാനമായിട്ടുള്ള പ്രക്രിയകൾ അവിടെ നടന്നിട്ടുണ്ട്. കമ്മിറ്റികൾ പഠിക്കുന്നത് പോലെ തന്നെ ഓരോ പ്രത്യേകം ആവശ്യത്തിനായിട്ടുള്ള കമ്മിറ്റികൾ അവിടെ ഈ പറഞ്ഞ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുകയും അതുപോലെ തന്നെ ചർച്ചകൾ നടക്കുകയും അതിൽ തർക്കം വരുന്ന വിഷയങ്ങളിൽ വോട്ട് പോലും എടുത്തിട്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങളെ അംഗീകരിക്കുന്നത്. അങ്ങനെ ഭരണഘടന നിലയിൽ വരികയാണ്. ഡോക്ടർ BN റാവു ലീഗൽ അഡ്വൈസർ ആണെന്ന് പറഞ്ഞു. അദ്ദേഹമാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യ ഡ്രാഫ്റ്റ് കൊണ്ടുവരുന്നത്. ഇനീഷ്യൽ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാഥമിക രൂപം കൊണ്ടുവരുന്നത് ഡോക്ടർ BN റാവു. ഈ പറയുന്ന ഡോക്ടർ BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമ ഉപദേഷ്ടാവായിട്ടുണ്ടായിരുന്ന ഡോക്ടർ BN റാവു ആണ് ഈ പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നത്. അദ്ദേഹം അന്ന് നിലവിലുണ്ടായിരുന്ന പ്രമുഖ ഭരണഘടനകളെയെല്ലാം ഇഴകീറി പഠിച്ചിട്ടാണ് ഈ പറയുന്ന ഒരു ഭരണഘടനയുടെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ ഇനീഷ്യൽ ഡ്രാഫ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഈ ഡ്രാഫ്റ്റ് പരിശോധിക്കുകയും വിശദമായിട്ടുള്ള പഠനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ഒരു ഔദ്യോഗിക ഡ്രാഫ്റ്റ് രൂപരേഖ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് മുൻപിൽ വെക്കുകയാണ്. ഒപ്പം തന്നെ ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറയുന്ന സിറ്റിങ്ങുകളിലെല്ലാം നടന്നെന്ന് പറഞ്ഞാൽ കമ്മിറ്റികൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ ആർട്ടിക്കിളുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷമാണ് 1949 നവംബർ 26 ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന അതിന്റെ അന്തിമ രൂപത്തിലേക്ക് എത്തുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അംബേദ്കറിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ഭരണഘടന നിർമ്മാണ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ഡ്രാഫ്റ്റ് ആണെങ്കിൽ പോലും അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം അംബേദ്കറിനല്ല. ആ ഭരണഘടനയുടെ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും അംബേദ്കറിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പലതരം അജണ്ടകൾക്കും ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ ആ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉള്ളിലും ഉണ്ടായിരുന്നു. സാധാരണ ഈ രാജ്യത്തെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ വിഭിന്നമായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ആ അത്തരം അജണ്ടകളിൽ അത്തരം ആളുകൾ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട് താനും. അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുകയും ചെയ്തു. ഉദാഹരണത്തിന് ഫ്രെയിമിംഗ് പോസ്റ്റ് കൊളോണിയൽ സെക്ഷൽ കോൺട്രാക്ട്, ഡെമോക്രസി, ഫ്രെറ്റേണിലിസം, സ്റ്റേറ്റ് അതോറിറ്റി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പേപ്പർ ക്രിസ്റ്റീന കീറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്കോളർ എഴുതിയിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും യൂണിഫോം സിവിൽ കോഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അംബേദ്കറെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ അത്രയും പ്രാഗൽഭ്യമുള്ള ആളുകൾ, അംബേദ്കർ മാത്രമല്ല നെഹ്റുവിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ട് സ്ത്രീകളുടെയും ദളിതരുടെ അവസ്ഥ ഭരണഘടനയിൽ അത്ര
ത്തിന് വകയുള്ള എന്നൊരു ചോദ്യത്തിന് മറുപടി അവരുടെ പേപ്പറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രട്ടേണലിസ്റ്റിക് പാറ്റേണലിസ്റ്റിക് തിയറിയാണ്. അതായത് 1947 വിഭജനവും അതിനുശേഷം പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ മുസ്ലിം തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രം നിലയിൽ വരികയും അത് എന്തായിട്ട് കണക്കാക്കപ്പെടുകയാണ്, ഒരു കോംപ്രമൈസ് ആയിട്ട് ഇന്ത്യയുടെ ഭൂരിപക്ഷ മതമായിട്ടുള്ള ഹിന്ദു മതം ഒരു കോംപ്രമൈസിന് തയ്യാറായതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ സമാധാനം നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പല കാര്യങ്ങളിലും കോംപ്രമൈസ് വേണ്ടി വന്നു എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുള്ളിൽ ഒത്തുതീർപ്പുകൾ വേണ്ടി വന്നതിന്റെ അടിസ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്കും ദളിതർക്കും ആദിവാസി വിഭാഗത്തിനും അംബേദ്കർ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കാൻ സാധിക്കാതിരുന്നെന്നാണ് പലപ്പോഴും പല കോൺസ്റ്റിറ്റ്യൂഷണൽ വിദഗ്ധരും പറയുന്നത്. അപ്പൊ നേരിട്ട് ഈ പറഞ്ഞ പോലത്തെ എന്താണ് ഒരു വലിയേട്ടൻ മനോഭാവം മാത്രമാണെന്നല്ല ഒരു സാധ്യതയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പല വിഷയങ്ങളിൽ പല അജണ്ടകളുള്ള ആളുകൾ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനർത്ഥം ഭരണഘടനാ നിർമ്മാണ സഭ മൊത്തം അജണ്ടകളുടെ പുറത്ത് പ്രവർത്തിച്ചു, അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടില്ല എന്നല്ല. എന്നാൽ അംബേദ്കർ ഉദ്ദേശിച്ച രീതിയിലേക്ക് അതിനെ എത്തിക്കാൻ പലപ്പോഴും അംബേദ്കറിന് സാധിക്കാതെ വന്നത് അംബേദ്കറിന്റെ പാളിച്ചയായിട്ടല്ല, യഥാർത്ഥത്തിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായത്തെ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളുടെയും കൂടെ ഭാഗമായിട്ട് വേണം ഇതിനെ കാണാമെന്നുള്ള അർത്ഥത്തിലാണ് ഇത് പറഞ്ഞത്. അങ്ങനെ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ പുതുക്കിയ മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവന്നു. അപ്പം ഉദാഹരണത്തിന് ഈ പറഞ്ഞ രീതിയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ജസ്റ്റിസ്ഷിപ്പ് അല്ലെങ്കിൽ കോടതി വഴി നടപ്പിലാക്കി കിട്ടുന്നത് പോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ നിർദ്ദേശ തത്വങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രത്യേകത കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളതിനെ കുറിച്ച് വലിയൊരു ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും തെരഞ്ഞെടുപ്പുകൾ പ്രധാനമന്ത്രിയെ പോലെ തന്നെ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളായിരിക്കണം എന്നുള്ള ചോദ്യത്തിന് വളരെ ബൃഹത്തായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ഇഴകീരി പരിശോധിച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലയിൽ വരുന്നത്. അങ്ങനെ 1949 നവംബർ 26 395 അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളായിട്ട് അതിനെ തിരിച്ച് 8 ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നു. നിലവിൽ 2020 ഈ കണക്കെടുക്കുമ്പോഴത്തേക്കും 448 എന്നാണ് മിക്ക അക്കാഡമിക് ടെക്സ്റ്റുകളിലും കാണുന്നത്. എന്നാൽ ചിലത് 446, 49, 465 അങ്ങനെ പല രീതിയിലുള്ള സംഖ്യകൾ കാണുന്നുണ്ട്. കൃത്യമായിട്ടുള്ളൊരു എണ്ണം അത് ചിലത് ആർട്ടിക്കിളായിട്ട് അംഗീകരിക്കുന്നു, ഇങ്ങനെ അമെന്റ്മെന്റുകൾ ഭാഗമായിട്ട് വന്നതാണ്. അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സിബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് പരിപൂർണ അർത്ഥത്തിൽ ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ വളരെയധികം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നിലവിൽ ഏറ്റവും അവസാനമായിട്ട് നൽകുന്നത് 104ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്. 2009 104 അമെന്റ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 2009 എന്നാണ് പറയുന്നത്. എന്നാൽ അത് നിലവിൽ വരുന്നത് ജനുവരി 25 2020. അത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഷെഡ്യൂൾ കാസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും ഷെഡ്യൂൾ ട്രൈബിൽ പെടുന്ന ആളുകൾക്കും നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കുമുള്ള പ്രാതിനിധ്യത്തിൽ റിസർവേഷൻ സംവരണം അനുവദിച്ചുകൊണ്ടിട്ടുള്ള ഭരണഘടന ചട്ടത്തെ 10 വർഷത്തേക്ക് കൂടെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു അമെന്റ്മെന്റ് ആയിരുന്നു. അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് 104ാമത്തെ ഭരണഘടന ഭേദഗതിയാണ്. അങ്ങനെ ഇത്തരത്തില് വന്നതോടെ നിലവിൽ ഉള്ളത് ഈ പറഞ്ഞ പോലെ 448 ആർട്ടിക്കിളുകളെ 25 ഭാഗങ്ങളായിട്ട് തിരിക്കുകയും 12 ഷെഡ്യൂളുകളാണ് ഉള്ളത്. ഇതിൽ 11ഉം 12ഉം ഉള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിന് ഭാഗമായിട്ടുള്ള ഷെഡ്യൂൾ പട്ടികയാണ് 11ഉം 12ഉം ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ നേരിട്ട
വിമർശനങ്ങളെ കുറിച്ചാണ്. വാട്ട് വേർ ദ ക്രിറ്റിസിസം റേസ്ഡ് അഗെയിൻസ്റ്റ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി? ആദ്യത്തെ വിമർശനം എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ പോപ്പുലർ ചേംബർ അല്ലെങ്കിൽ പോപ്പുലർ ബോഡി എന്നായിരുന്നു. അതായത് പ്രാതിനിധ്യ സ്വഭാവം കുറവുള്ളൊരു സംവിധാനമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് അർത്ഥമാക്കുന്നത്. കുറച്ചും കൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്തിൽ നിലവിലുള്ള ഡെലിബറേറ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഒരു നിയമനിർമ്മാണ സംവിധാനം വഴി ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഭരണഘടനകളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഭരണഘടനാ നിർമ്മാണ സംവിധാനങ്ങളും ജനങ്ങളാൽ നേരിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ ലോക്സഭയിലേക്ക് നമ്മൾ എംപിമാരെ തിരഞ്ഞെടുക്കുന്ന പോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് മിക്കയിടങ്ങളിലും ഭരണഘടനാ നിർമ്മാണ സഭകളെ രൂപീകരിക്കുക. എന്നാൽ ഇന്ത്യയിൽ ആകട്ടെ അങ്ങനെയായിരുന്നില്ല. ഇന്ത്യയിലെ നമുക്കറിയാം, ഇന്ത്യയിലെ 3 വിഭാഗങ്ങളിൽ അല്ലെങ്കിൽ 3 രീതികളിലാണ് ആളുകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തിച്ചേരുന്നത്. ഒന്ന്, പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ നിന്ന് വന്ന ആളുകൾ. 2, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ. 3, ചീഫ് കമ്മീഷണറിന്റെ പ്രൊവിൻസിൽ നിന്ന് വന്ന ആളുകൾ. ഇതില് പ്രൊവിൻഷ്യൽ അസംബ്ലിയിൽ നിന്നുള്ളതാണ് ബഹുഭൂരിപക്ഷം ആളുകളും. അതിൽ ആളുകളുടെ വന്ന രീതി എന്ന് പറയുന്നത് രാജ്യസഭയിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് സമാനമായി. അതായത് സംസ്ഥാനത്തെ MLA-മാര് രാജ്യസഭ MP-മാരെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ അന്ന് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നടന്ന പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ ഭാഗമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ എത്തിയ ആളുകളാണ് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തങ്ങളുടെ പ്രതിനിധികളായിട്ട് കുറച്ചുപേരെ തെരഞ്ഞെടുത്ത് അയച്ചത്. അതിനർത്ഥം ഭരണഘടനാ നിർമ്മാണ സഭ ഡയറക്റ്റ് ഇലക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു അധികാരത്തെ പ്രതിനിധീകരിക്കുന്നവരായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ എത്തിയവർ പോലും പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ പേരിൽ എത്തിയവരല്ല പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ എത്തിയ പലരും. കൂടാതെ എല്ലാ മേഖലകളിലും തത്തുല്യമായിട്ടുള്ള പരിഗണന കിട്ടിയ ആളുകളല്ല അതിലോട്ട് വന്നത്. പലരും നോമിനേറ്റ് ചെയ്ത അവർക്ക് കിട്ടിയുണ്ടായിരുന്ന പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച നാമനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പലരും, പ്രത്യേകിച്ച് നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്തി. അത്തരത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പറയാൻ അംഗീകരിക്കേണ്ടതായിട്ട് വരും. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രാതിനിധ്യ സ്വഭാവം കുറവായിരുന്നു എന്ന് വേണം കരുതാൻ. രണ്ടാമത്തെന്ന് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് എ സോവറിൻ ബോഡി. ഇതൊരു പരമാധികാര സംവിധാനമായിരുന്നില്ല എന്നാണ് ഉയർന്ന വിമർശനം. അതിന് കാരണം എന്ന് പറയുന്നത് ഇത് രൂപീകരിക്കപ്പെട്ടത് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനപ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നില്ല ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറയുന്നത്. അത് ക്യാബിനറ്റ് മിഷൻ പ്ലാന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഓഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് വാഗ്ദാനത്തിന്റെയും ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യക്ക് ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു ഭരണഘടന നിർമ്മിക്കണം, സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന്റെ നിർദ്ദേശങ്ങൾ വന്നതും അല്ലെങ്കിൽ ആദ്യത്തെ പടികളെല്ലാം സ്വീകരിക്കപ്പെട്ടതെല്ലാം ആദ്യത്തെ നടപടികളെല്ലാം സ്വീകരിക്കപ്പെട്ടത് അന്ന് ഇന്ത്യയിലെ അധിനിവേശ ശക്തിയായിരുന്ന, ഇന്ത്യയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സർക്കാർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിന്റെ ഘടന, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഘടന, തെരഞ്ഞെടുപ്പ് എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിച്ചതൊക്കെ ഈ പറയുന്ന ബ്രിട്ടീഷ് സർക്കാരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ ഒരു തികച്ചും പരമാധികാരമായിട്ടുള്ള സംവിധാനമായിരുന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മൂന്നാമത്തത് ഒരു വിമർശനം എന്ന് പറയുന്നത് അത് തത്വത്തിൽ നമുക്ക് വലിയൊരു വിമർശനമായിട്ട് കൂട്ടാൻ പറ്റില്ല. അത് സമയം കുറെ എടുത്ത് ടൈം കൺസ്യൂമിങ് ആണെന്ന് പറയുന്നത്. അതായത് സമയം കുറെ എടുത്തിട്ടാണ്. അതായത് പ്രധാന വിമർശനം എന്ന് പറയുന്നത്, അതിനകത്ത് വിമർശനം എന്ന് പറയുന്നത്
ഇന്ത്യ ഭരണഘടന നിർമ്മിക്കാൻ വേണ്ടി 2 വർഷവും 11 മാസവും എടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ അമേരിക്ക USA കോൺസ്റ്റിറ്റ്യൂഷൻ 4 മാസം മാത്രമാണ് എടുത്തെന്നാണ് വിമർശകർ പറയുന്നത്. പക്ഷെ അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തെ എഴുതപ്പെട്ട ഭരണഘടനകളിലെ ഏറ്റവും ചെറിയ ഭരണഘടനയാണ് ഈ അമേരിക്കയുടെ ഭരണഘടന. കൂടാതെ ഒരു ഫെഡറൽ സ്വഭാവത്തിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും വളരെ ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ടുള്ള അമേരിക്ക അവരുടെ ഭരണഘടനാ നിർമ്മാണ സമയത്ത് തന്നെ അത്തരത്തിലുള്ള ഒരു തത്വത്തിന് വളരെ പ്രാധാന്യം നൽകിയതുകൊണ്ട് ഫെഡറേറ്റിംഗ് യൂണിറ്റുകളായിട്ടുള്ള വികേന്ദ്രീകൃത സംവിധാനങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ഭരണഘടന അവർക്ക് വിട്ടുകൊടുക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഫെഡറൽ സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് തത്തുല്യമായിട്ടുള്ള ഫെഡറൽ സർക്കാരിന്റെ എന്ത് ചെയ്യാൻ പാടില്ല, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്കൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത്. അതല്ലാത്ത വിശദമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഫെഡറേറ്റിംഗ് യൂണിറ്റുകളായിട്ടുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള അധികാരത്തെ എല്ലാം അതത് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 50 സംസ്ഥാനങ്ങളും സ്വന്തമായിട്ട് ഭരണഘടന ഉണ്ടാക്കി. ഇതുമൂലം വളരെ കുറഞ്ഞ ആർട്ടിക്കിളുകളിൽ മാത്രമേ അമേരിക്കൻ ഭരണഘടനയുള്ളൂ. അതുകൊണ്ട് തന്നെ 4 മാസം തന്നെ എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു. പിന്നെ 4ാമത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത് ഡോമിനേഷൻ ബൈ കോൺഗ്രസ് എന്നാണ്. കോൺഗ്രസിന്റെ ഡോമിനേഷൻ അത് ഒരു പരിധിവരെ ശരിയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ കോൺഗ്രസ് വഹിച്ച ഒരു മാസ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന പലതരം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന അങ്ങേയറ്റം പാരഡോക്സ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വിപരീതമായിട്ട് നിൽക്കുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ടൊരു പ്രസ്ഥാനം എന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രൊവിൻഷ്യൽ അസംബ്ലികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബഹുഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസ് നേതാക്കളാണ്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ എത്തിക്കുന്നതിൽ കോൺഗ്രസിന് വലിയ രീതിയിൽ മുൻതൂക്കം കിട്ടുകയും അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ആയിരുന്നു ബഹുഭൂരിപക്ഷം ഭരണഘടന നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തൊരു വിമർശനം എന്ന് പറയുന്നത് ഡോമിനേറ്റഡ് ബൈ ഹിന്ദുസ് എന്നാണ്. അതായത് ഹിന്ദു മേധാവിത്വം ഉണ്ടായിരുന്നു ഭരണഘടനയിൽ എന്നാണ് പറയുന്നത്. അതും ഒരു പരിധിവരെ ശരിയാണ്. കാരണം പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കൾക്ക് വളരെയധികം പ്രാധാന്യം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലഭിച്ചു എന്ന് വേണം നമ്മൾ സമ്മതിക്കേണ്ടി വരും. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത്, കോൺഗ്രസ് ഡോമിനൻസ് ഉണ്ടായിരുന്നു പറയുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് വന്നതിൽ ഒരു പരിധിവരെ ആളുകളെല്ലാം തന്നെ സവർണ ഹിന്ദു പക്ഷത്തു നിന്നുള്ള ആളുകളായിരുന്നു. പ്രത്യേകിച്ച് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാകട്ടെ, അല്ലാതെ പ്രൊവിൻഷ്യൽ അസംബ്ലികളിൽ നിന്നും അസംബ്ലിയിലെ ആളുകൾ തെരഞ്ഞെടുത്ത ആളുകളാകട്ടെ, ബഹുഭൂരിപക്ഷവും സവർണ ഹിന്ദുക്കളായിരുന്നു. വളരെ കുറഞ്ഞ ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരുന്നു. അന്നത്തെ ജനസംഖ്യക്ക് അനുസൃതമായിട്ട് ഇവരാരും തന്നെ റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ പാകിസ്ഥാന്റെ രൂപീകരണത്തിന് ശേഷം പിന്നീട് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ മുസ്ലിം അംഗസംഖ്യയും കുറവായിരുന്നെന്ന് വേണം കരുതാൻ. പിന്നെ മതത്തിന്റെ മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജാതിപരമായിട്ട് ഈ പറയുന്ന പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് കുറവായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കുറവായിരുന്നു. പിന്നെ അന്ന് ഇന്ത്യയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ലോകത്ത് തന്നെ ജെൻഡർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ചർച്ച ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ട്രാൻസ്ജെൻഡർ, LGBT എന്ന് പറയുന്ന LGBTQ എന്ന് പറഞ്ഞ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വിയർ, അതുപോലെ ഇന്റർസെക്സ് തുടങ്ങിയ ആളുകൾ അന്നും സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരെ കുറിച്ചുള്ള ചർച്ചകൾ, അത്തരത്തിലുള്ള ഐഡന്റിറ്റികളെ കുറിച്ചുള്ള ചർച്ചകൾ ഒന്നും തന്നെ യൂറോപ്പിൽ പോലും അന്ന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിലാകട്ടെ 2018 വരെ ഈ പറയുന്ന കമ്മ്യൂണിറ്റികൾ വേട്ടയാടപ്പെട്ടിരുന്നു. നിയമം മൂലം തന്നെ IPC 377
മൗലിക അവകാശങ്ങളിൽ ജീവിക്കാനുള്ള ഏതൊരു വ്യക്തിയുടെയും വ്യത്യാസം വിവേചനങ്ങൾ ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശം നൽകുന്നുണ്ടെങ്കിൽ പോലും 2018 IPCയുടെ ഹോമോസെക്ഷുവാലിറ്റിനെ കുറ്റകരമാക്കിക്കൊണ്ടിരുന്ന IPC 377 സുപ്രീം കോടതി റദ്ദാക്കുന്നത്. അപ്പോൾ നമുക്ക് അത് തന്നെ പരിശോധിച്ചാൽ മനസ്സിലാവും 1946 മുതൽ ഏകദേശം 49 നവംബർ 26 വരെ നീണ്ടു നിന്ന ഭരണഘടനാ നിർമ്മാണ പ്രക്രിയ കഴിഞ്ഞ് 70 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹോമോസെക്ഷുവാലിറ്റി ഡിസ്ക്രിമിനൈസ് അല്ലെങ്കിൽ ക്രിമിനലൈസ് ചെയ്യുന്ന 1860 IPC മാറ്റപ്പെടുന്നത് ഭരണഘടന വന്നു കഴിഞ്ഞ ശേഷം 70 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ജെൻഡർ ഐഡന്റിറ്റികൾക്കുള്ള ഒരു നീതി ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. ആ പറഞ്ഞതുപോലെ തന്നെ അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഈ പറയുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ഭരണഘടനാ നിർമ്മാണ സഭയിൽ നിന്ന് പ്രതീക്ഷിച്ചൊരു നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ അവസാനമായിട്ട് പറയുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഡോമിനേറ്റഡ് ബൈ ലോയേഴ്സ് ആണ്. അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു വിമർശനം കൂടിയാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ വിളിക്കുന്നത് പാരഡൈസ് ഓഫ് ലോയേഴ്സ് എന്നാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പ്രശ്നത്തെ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഒന്ന് വായിച്ചു മനസ്സിലാകണമെങ്കിൽ ഒരു അഭിഭാഷകന്റെ സഹായം വേണമെന്നുള്ള ഒരു വിമർശനം തുടക്കം മുതൽ ഭരണഘടനയ്ക്ക് നേരെയുണ്ട്. ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിലല്ല ഭരണഘടന എഴുതപ്പെട്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയൊരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് തന്നെ ഭരണഘടനയ്ക്ക് മുമ്പിൽ നിലനിൽക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് നേരെ ഉണ്ടായിട്ടുണ്ടായ വിമർശനങ്ങൾ. ഇതോടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്.